ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചാറ്റിലൊക്കെ നമ്മുടെ അവതാർ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അവതാർ വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് അവതാറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവതാർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ മതി. ഇപ്പോൾ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേജിൽ എത്തും. അപ്പം ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുടി, അതുപോലെ തന്നെ ഡ്രസ്സ്, മേക്കപ്പ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവതാർ സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇങ്ങനൊരു കാര്യം ഇവിടെ കാണാൻ പറ്റും. താഴെ കുറേ അവതാർസ് ഉണ്ട്. ഇപ്പം ഹാപ്പി മോഡിലുള്ള അവതാർ ഉണ്ട്, അതുപോലെ തന്നെ ലവ് മോഡിലുള്ള അവതാർ ഉണ്ട്, പിന്നെ സാഡ്, ആംഗ്രി, ഇങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു അവതാർ സെൻഡ് ചെയ്യുകയാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു അവതാർ സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ നമ്മുടെ അവതാറിൻ്റെ സ്റ്റിക്കേഴ്സ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.